ഗിവേഴ്സ്, ടേക്കേഴ്സ്, രണ്ട് ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. ജീവിതത്തിൽ വിജയിച്ച ആളുകളെല്ലാം ഗിവേഴ്സിലാണ്. നിങ്ങൾ ഏത് ടൈപ്പ് ആളുകളാണ്? നമ്മുടെ വീടുകളിലായാലും അതേപോലെ ഫ്രണ്ട് സർക്കിളിലായാലും നമ്മുടെ കോവർക്കേഴ്സിൻ്റെ ഇടയിലായാലും ഒക്കെ ചില ആളുകളുണ്ട് എപ്പോഴും കിട്ടണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ആളുകൾ. മറ്റു ചിലരാകട്ടെ അവരെപ്പോഴും നൽകുന്നതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ പരാതികൾ സംഭവിക്കുന്നത് എവിടെയാണെന്നറിയാം. റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ഒക്കെ പരാതികൾ ഉണ്ടാവുന്നത് ഞാൻ അത്രത്തോളം അവർക്ക് ചെയ്തു കൊടുത്തു, എനിക്ക് തിരിച്ചൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. ഈ ഗിവേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വിജയിച്ച ആളുകളുടെ പ്രത്യേകതയാണ് പറയുന്നത്. വിജയിച്ച ആളുകളുടെ ഗിവേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗിവേഴ്സ് നൽകുന്നത് ഒരിക്കലും തിരിച്ച് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല, കാരണം ഇവർ നൽകുന്നതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ ടേക്കേഴ്സ് ആകട്ടെ, ടേക്കേഴ്സ് എപ്പോഴും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നിടത്ത് പരിഗണന കിട്ടണം, അവരെന്നോട് ഇത് സംസാരിക്കണം, ഈ രീതിയിൽ സംസാരിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളും എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളുകളും ആയിരിക്കും. പക്ഷേ അവിടെ ഈ ടേക്കേഴ്സിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് നല്ല സംസാരങ്ങൾ മറ്റുള്ള ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരായിരിക്കും. പക്ഷേ മറ്റുള്ളവരോട് നല്ല സംസാരം നൽകാൻ ഇവർക്ക് സാധിക്കില്ല. മറ്റുള്ളവർ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും, മറ്റുള്ളവരെ തന്നെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. പക്ഷേ തിരിച്ച് ആളുകളെ റെസ്പെക്റ്റ് ചെയ്യാനോ അവർക്ക് നല്ല സമീപനം നൽകാനോ ഇവർക്ക് സാധ്യമാകില്ല. അപ്പോൾ ഗിവേഴ്സും ടേക്കേഴ്സും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ നൽകുന്നവരാകുമ്പോൾ സ്വാഭാവികമാണ് നമുക്ക് നൽകുന്നത് തിരിച്ച് ലഭിക്കുകയും ചെയ്യും. ഒരിക്കലും ഈ നൽകുന്ന ആളുകൾ തിരിച്ച് കിട്ടാനല്ല നൽകുന്നതെങ്കിൽ പോലും അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുമ്പോൾ തിരിച്ച് റെസ്പെക്റ്റ് ലഭിക്കുന്നു. അവർ നല്ല സമീപനങ്ങൾ അവരുടെ അടുത്ത് എത്ര മോശപ്പെട്ട ആളുകൾ വന്ന് മോശമായ രീതിയിൽ സമീപിച്ചാലും അവർക്ക് അവരുടെ ഏറ്റവും പെർഫെക്റ്റ് നൽകാൻ അവർ തയ്യാറാകുന്നുണ്ട്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള ആളുകൾ മാറാനും ഇവരുടെ ഈ ഒരു സമീപനം കാരണമാകും. അപ്പോൾ ഈ ടേക്കേഴ്സ് എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ജീവിതം ഒരു ഗിവറിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ചേഞ്ചസ് ലഭിക്കുകയും നമുക്ക് എന്താണോ ജീവിതത്തിൽ ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് നമുക്ക് മാറാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതം ഒരു ടേക്കറിൽ നിന്ന് മാറിയിട്ട് ഒരു ഗിവർ എന്ന രൂപത്തിലേക്ക് മാറ്റാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ജീവിതത്തിൽ നല്ല സന്തോഷം കണ്ടെത്താനും ഫാമിലി ലൈഫിലാണെങ്കിൽ പോലും നമുക്ക് സന്തോഷം കണ്ടെത്താനും സാധിക്കും. റിലേഷൻഷിപ്പുകളിലൊക്കെ പെട്ട പ്രധാന പരാതിയാണ് അവർ എന്നോട് ഇപ്പോഴും നേരത്തെ ഉള്ളതുപോലെ ഒന്നും സമീപിക്കുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും കുറ്റം മാത്രമേ പറയുള്ളൂ, അല്ലെങ്കിൽ ചൂടാവുന്നു. ഈ പറയുന്ന ആൾക്ക് തൻ്റെ പാർട്ണറോട് നല്ലൊരു സമീപനം കൊടുക്കാൻ അവർക്ക് അറിയില്ല. നല്ല സമീപനങ്ങൾ കൊടുക്കുമ്പോൾ തിരിച്ച് നല്ല സമീപനം കൂടി കിട്ടും. അപ്പോൾ നമ്മൾ ഗിവേഴ്സ് ആവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം മാറാൻ, ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം.